പ്രസിഡന്റ് നേരിട്ട് കാണാൻ വേണ്ടി വന്നാണ് ഞാൻ. ഒരാഴ്ച 6 ദിവസം കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ ഇന്ന് തിങ്കളാഴ്ച ഒരിക്കലും കോൺഗ്രസ്സുകാരനാണെങ്കിൽ ഇതുപോലെ നിൽക്കാൻ കഴിയില്ല. കാരണം വെച്ചാൽ ഞാൻ നേരത്തെ എൻ്റെ ഫേസ്ബുക്കിലിട്ടതിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഭക്ഷണം കഴിച്ചിട്ടും എൻ്റെ ദൈനംദിന ജീവിതത്തിലുള്ള എൻ്റെ പ്രയാസങ്ങൾ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെ വിട്ട് പോകാൻ കഴിയില്ല. പ്രസിഡന്റിനെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞത് അത് ഞാൻ നേരത്തെ പറഞ്ഞു. എനിക്ക് പ്രസിഡന്റിനോട് ഞാൻ തീരെ എന്ത് പറഞ്ഞാലും എനിക്ക് ഞങ്ങളുടെ അച്ഛന് തുല്യമാണ് ഞങ്ങളുടെ കോൺഗ്രസിന്റെ ഞങ്ങളുടെ പ്രസിഡന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഞാൻ പറയാൻ പാടില്ലാത്താണ് പറഞ്ഞത്. അതിന് വലിയ ക്ഷമ ചോദിക്കാനും കൂടി വേണ്ടിയാണ് ഞാൻ വന്നത് പ്രസിഡന്റിനെ കാണാൻ. ഒരിക്കലും ഒരു കോൺഗ്രസ്സുകാരന് നിൽക്കാൻ കഴിയില്ല. ഹൃദയവേദന എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് എൻ്റെ ജീവൻ തന്നെ നഷ്ടപ്പെടും എന്നുള്ളതാണ്. ഒരു യഥാർത്ഥ ഒരു കോൺഗ്രസ്സുകാരന് കോൺഗ്രസ് വിട്ടിട്ട് പോകാൻ പറ്റില്ല എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഞാൻ. എനിക്ക് സാധിക്കില്ല, എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും സാധിക്കില്ല. എൻ്റെ ആ ഒരു സമയത്തെ വലിയ ഡിപ്രഷനും അതുപോലെ തന്നെ മാനസിക പ്രയാസ സമയത്ത് ഞാൻ പലതും പറഞ്ഞു. ഒരിക്കലും പറയാൻ പാടില്ലാത്തത് പോലും ഞാൻ പറഞ്ഞു. അതൊക്കെ അതിലെല്ലാ ഒരുപാട് ആളുകളെ പ്രസിഡന്റിനെ തെറ്റിദ്ധരിപ്പിച്ച ആളുകളുണ്ട്. എന്നെ ആ സമയത്ത് എൻ്റെ ആ മാനസിക പ്രയാസ സമയത്ത് എന്നെ തെറ്റിദ്ധരിപ്പിച്ച ആളുകൾ ഒക്കെ. കാരണം വെച്ചാൽ തങ്കപ്പേട്ടനും ഞാനും ഞങ്ങൾ തമ്മിൽ ആ 2 ബൈ ഇലക്ഷൻ സമയത്ത് ഉണ്ടായിരുന്ന ഞങ്ങളുടെ ബന്ധം അത്രയും എനിക്കൊന്നും ഒരിക്കലും മറക്കാൻ കഴിയില്ല.